കേരളീയ നവോത്ഥാനം എന്നത് പല മേഖലകളിലൂടെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു. വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, സംഘടനകൾ തുടങ്ങി നിരവധി ചാനലുകളിലൂടെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു കേരളീയ നവോത്ഥാനം. അപ്പോൾ ഈ നവോത്ഥാനത്തിനെ തന്നെ ഇത് ഒരു മതപരിഷ്കരണ പ്രസ്ഥാനമെന്ന് പറയുന്നവരുണ്ട്, ഒരു ഐത്തോച്ചാടന പ്രസ്ഥാനമായി അത് ചുരുങ്ങിപ്പോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നവോത്ഥാന നായകരെല്ലാം ഉയർത്തിപ്പിടിച്ച ഒരു ദർശനമുണ്ട്. അത് അദ്വൈത ദർശനമാണ്. അത് അയ്യാ വൈകുണ്ഠരായാലും ശരി, തൈക്കാട് അയ്യാഗുരു ആയാലും ശരി, ചട്ടമ്പിസ്വാമികളായാലും ശരി, നാരായണ ഗുരു ആയാലും ശരി, ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കപ്പുറമുള്ള അദ്വൈത ചിന്താ പദ്ധതിയെ ഉയർത്തിപ്പിടിച്ചവരാണ് നവോത്ഥാന നായകരെല്ലാം. അവരുടെ എഴുത്തുകളെല്ലാം, അവരുടെ പ്രഭാഷണങ്ങളെല്ലാം അദ്വൈത ചിന്താ പദ്ധതിയെ ഒരുപോലെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഉയർത്തിപ്പിടിച്ചവരാണ്. അതിനകത്താണ് നാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സിദ്ധാന്തം തന്നെ ഊരിത്തിരിഞ്ഞ് വരുന്നത്. ശരിക്കും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തമാണ്. ഒരുപക്ഷെ സംഘകാലത്ത് കണിയാൻ പൂങ്കുണ്ടൻ എന്ന കവി എഴുതി വെച്ച യാതും ഊരേ യാവരും കേളീർ, അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ ലോകം മുഴുവൻ എൻ്റെ നാടാണ്, ഈ ലോകത്തെ മനുഷ്യരെല്ലാം എൻ്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു വെച്ച 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ആ സിദ്ധാന്തത്തിൻ്റെ തുടർച്ച എന്നോണം ഈ അദ്വൈത സിദ്ധാന്തത്തിനെ കേരളീയ നവോത്ഥാന നായകന്മാരെല്ലാം ഒരുപോലെ ഉയർത്തിപ്പിടിച്ചവരാണ്. എന്തുകൊണ്ട് ഈ അദ്വൈത സിദ്ധാന്തത്തിൽ ഒരേ രീതിയിൽ ഒരേ ശബ്ദത്തിൽ ഇതേ ആളുകൾ, ഒരുപക്ഷെ വൈകുണ്ഠസ്വാമികൾ ഒഴികെയുള്ള ആളുകളെല്ലാം, അത് ക്രിസ്തുമത വിശ്വാസികളായാലും ശരി, ഇസ്ലാം മത പണ്ഡിതന്മാരായാലും ശരി, ഹൈന്ദവ പണ്ഡിതന്മാരായാലും ശരി, ഇതിലൊന്നും വിശ്വസിക്കാത്തവരായാലും ശരി, എല്ലാവരും ഉയർത്തിപ്പിടിച്ചത് അയ്യപ്പൻ വരെയുള്ള, യുക്തിവാദിയായ അയ്യപ്പൻ വരെയുള്ളവർ ഉയർത്തിപ്പിടിച്ചത് അദ്വൈത സിദ്ധാന്തത്തെ. ഈ അദ്വൈത എല്ലാവരും ഈ ഒരേ ശബ്ദത്തിൽ അദ്വൈത സിദ്ധാന്തത്തിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് എന്താവും കാരണം എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ ആളുകളല്ല, അയ്യാ വൈകുണ്ഠർ ഒഴികെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്ന ഒരു ചർച്ചാവേദി തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ള സത്യം. അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകരിൽ ഏറെക്കുറെ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തുകാരാണ് താൻ. അപ്പോൾ ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ദാർശനിക ചിന്താ പദ്ധതിയുടെ ചർച്ചാവേദി പേട്ട, തിരുവനന്തപുരത്ത് തിരുമധുരപ്പേട്ട എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് പേട്ട എന്ന് മാത്രം ചുരുങ്ങിപ്പോയ ആ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ജ്ഞാനപ്രചാകരം. ഈ ജ്ഞാനപ്രചാകരം എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനപ്രചാകരം എന്ന പേരിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ജ്ഞാനപ്രചാകരം എന്ന് പറയുന്ന പുസ്തകം ഫാദർ ബേസ്കി, അതായത് വീരമാമുനി എന്നറിയപ്പെട്ടിരുന്ന ഫാദർ ബേസ്കി എഴുതിയ ഒരു മതപ്രചരണ ഗ്രന്ഥമാണ് ഈ ജ്ഞാനപ്രചാകരം. അതുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന ഈ സഭയ്ക്ക്, ഈ ദാർശനിക സഭയ്ക്ക് ജ്ഞാനപ്രചാകര സംഘമെന്നും ജ്ഞാനപ്രചാകര സഭയെന്നും തിരിച്ചറിയാൻ വേണ്ടി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ഈ നവോത്ഥാന നായകരെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോഴും പല ആളുകളും ഈ അവരുടെ ദാർശനിക കളരിയായിരുന്ന ജ്ഞാനപ്രചാകരം സഭയെ മറന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഇനി ഈ ജ്ഞാനപ്രചാകര സഭയുടെ ചരിത്രം നമ്മൾ അറിയണമെങ്കിൽ ജ്ഞാനപ്രചാകര സഭ സ്ഥാപിച്ചയാളിൻ്റെ ചരിത്രം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തിരുമധുരപ്പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്ഥാപകൻ. 1873 കാലം. ഈ രാമൻപിള്ള ആശാൻ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് രാമൻപിള്ള എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാമൻപിള്ള സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു.
നായർ സമുദായ അംഗമാണെങ്കിലും അതിനകത്ത് തന്നെ ഒരു കുറഞ്ഞ നായർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്ഷേപം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു രാമൻപിള്ള. അദ്ദേഹം എന്തുകൊണ്ടോ ജോലിയിൽ മടുപ്പ് തോന്നി ആ ജോലി രാജിവെക്കുകയും തുടർന്ന് പേട്ട കേന്ദ്രീകരിച്ച് ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിക്കുകയും ചെയ്തു. ഈ കുടിപ്പള്ളിക്കൂടത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ചട്ടമ്പിസ്വാമി. ഈ കുടിപ്പള്ളിക്കൂടത്തിനോടനുബന്ധിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദാർശനിക സഭയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. അതാണ് ജ്ഞാനപ്രചാരണ സഭ. ഈ ജ്ഞാനപ്രചാരണ സഭയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ തന്നെ ഈ രാമൻപിള്ളയുടെ മറ്റു ചില സവിശേഷതകൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിനെ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് നയിച്ചത് രാമായണവും ആ രാമായണത്തിൻ്റെ പുരസ്കർത്താവായ എഴുത്തച്ഛനുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റുപോയ രാമായണം ആരുടേതാണ്? പലരും കണ്ണും അടച്ചുകൊണ്ട് അധ്യാത്മരാമായണം എന്ന് പറയാം, ചിലരൊരു പക്ഷേ വാൽമീകി രാമായണം എന്ന് പറയാം. പക്ഷേ ഇതൊന്നുമല്ല. രാമായണത്തിനെ അധികരിച്ച് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എഴുതിയ, രാമൻപിള്ള ആശാന് മറ്റൊരു വിളിപ്പേരുണ്ട്, ശങ്കുപിള്ള. വീട്ടിൽ വിളിച്ചത് ശങ്കു എന്നാണ്. തിരുമധുരപ്പേട്ടയിൽ ശങ്കുപിള്ള എഴുതിയ രാമനാമ ജപം അഥവാ സന്ധ്യാനാമം എന്ന പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വിറ്റുപോയ രാമകഥ. 200-ലേറെ പതിപ്പുകൾ അതിനുണ്ടായിട്ടുണ്ട്. ഒരു പതിപ്പ് എന്ന് പറയും ഇന്നത്തെ ഇതുപോലെ 50, 100, 150 അല്ല അടിക്കുന്ന. അന്നത്തെ പതിപ്പുകളെ 2000 മുതൽ 5000 വരെയാണ് ഒരു പതിപ്പ്. 2000 മുതൽ 5000 വരെ ഉള്ള പതിപ്പുകളടിച്ച സന്ധ്യാനാമമെന്ന തിരുമധുരപ്പേട്ടയിൽ ശങ്കുപിള്ളയാശാൻ എഴുതിയ രാമായണമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടതും വിറ്റുപോയതുമായ രാമകഥ, രാമായണ കഥ. അത് തുടങ്ങുന്നത് തന്നെ രാമ 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 പാഹിമാം, രാഘവ മനോഹര മുകുന്ദ രാമ പാഹിമാം, രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമാം, രാമ 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 പാഹിമാം. പണ്ട് ഈ രാമനാമം ജപിക്കാതെ വീട്ടിൽ അത്താഴം ലഭിക്കുമായിരുന്നില്ല. അത്തരം നിർബന്ധമായും എല്ലാ വീടുകളിലും, കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഹിന്ദു ഭവനങ്ങളിലൊക്കെ ഇത് ജപിക്കണമെന്ന് പ്രായം ചെന്നവർ നിർബന്ധിച്ചിരുന്നു. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്രയധികം കോപ്പികൾ വിറ്റുപോയത്. ഇത് രാമൻപിള്ള ആശാനാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട് പ്രൊഫസർ ഗുപ്തൻ നായർ, അതുപോലെ CK മൂസ് തുടങ്ങിയ ആളുകളൊക്കെ. ഈ രാമൻപിള്ള ആശാൻ ആണ് ഈ ദാർശനിക പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്, ജ്ഞാനപ്രചാരണം സഭയ്ക്ക്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ജ്ഞാനപ്രചാരണം സഭയിലെ അധ്യക്ഷനാരായിരുന്നു എന്നാണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് തൈക്കാട് അയ്യാവാണ്. തൈക്കാട് അയ്യാഗുരുവിനെ നമുക്കറിയാം. അദ്ദേഹത്തിന് തമിഴും ഇംഗ്ലീഷും മാത്രമേ അറിയാവൂ, മലയാളത്ര വശമില്ല. അദ്ദേഹം തമിഴനാണ്. അതുകൊണ്ട് തന്നെ തമിഴ് നന്നായി ഫ്ലുവൻ്റായി അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. അതിലേറെ നന്നായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം അദ്ദേഹം നമ്മുടെ റെസിഡൻറ്റ് സാഹിബിൻ്റെ ദ്വിഭാഷയായിരുന്നല്ലോ. രാജാവിന് സായിപ്പ് പറയുന്ന ഇംഗ്ലീഷിലെ വിവരങ്ങൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ അയ്യാഗുരുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സൂപ്രണ്ട് സ്വാമി എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു. ഈ സൂപ്രണ്ട് സ്വാമി ആയിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്നത്. ഇതിന് വിഷയത്തിൻ്റെ ആമുഖാവതരണം സ്ഥിരമായി നടത്തിയിരുന്നത് മനോന്മണിയം സുന്ദരംപിള്ള എന്ന പ്രൊഫസറാണ്. മനോന്മണിയം സുന്ദരംപിള്ളയെ നമുക്കറിയാം. അദ്ദേഹമാണ് കേരളത്തിലെ പുരാവസ്തു വകുപ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, അതിൻ്റെ ഓണറേറിയം സെക്രട്ടറി ആയിരുന്ന ആളാണ് മനോന്മണിയം സുന്ദരംപിള്ള. മനോന്മണിയം എന്നത് അദ്ദേഹം എഴുതിയൊരു നാടകമാണ്. ഈ മനോന്മണിയം നാടകത്തിൻ്റെ അവതരണ ഗാനമാണ് ഇന്ന് തമിഴ്നാട്ടിലെ സംസ്ഥാന ഗാനം. തമിഴൻ്റെ ദേശീയ ഗാനമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളിയായ സുന്ദരംപിള്ള എഴുതിയ ഒരു നാടകത്തിൻ്റെ അവതരണ ഗാനമാണ്. അദ്ദേഹമാണ് ഈ ദാർശനിക സഭയിൽ അദ്വൈത സിദ്ധാന്തത്തിനെക്കുറിച്ച് നിരന്തരം ക്ലാസ് എടുത്തിരുന്നു. ഇവിടെ ഒന്നുമല്ല അതിൻ്റെ പ്രാധാന്യം. ഇതിൽ പങ്കെടുത്ത ഇത് കേൾക്കാനെത്തിയവർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെയും ഒരു പട്ടികയാണ് ഇനി നിരത്തുന്നത്. ആ പട്ടികയിൽ വരുന്നത്: 1 നാരായണ ഗുരു, രണ്ടാമത്തേത് ചട്ടമ്പിസ്വാമികൾ, മക്കിടി സായിപ്പ്, തക്കല പീരുമുഹമ്മദ്, പേട്ടയിൽ ഫാദർ ഫെർണാണ്ടസ്,
ചാല അറുമുഖം വാത്യാർ, തൈക്കാട് ചിദംബരം പിള്ള, വഞ്ചിയൂർ ബാലാനന്ദൻ, കാലടി പരമേശ്വരൻ പിള്ള, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. ഇവരെയൊക്കെ നമ്മൾ മറ്റൊരു രീതിയിൽ അറിയപ്പെടും. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മഹാനിഘണ്ടു തയ്യാറാക്കിയ ആളാണ് ശ്രീകണ്ഠേശ്വരം. ശബ്ദതാരാവലി തയ്യാറാക്കിയ ആളാണ്. അതേപോലെ കാലടി പരമേശ്വരൻ പിള്ള നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന വി ഗിരിയുടെ ചീഫ് ഫിസിഷ്യന്മാരിൽ ഒരാളായിരുന്നു കാലടി പരമേശ്വരൻ പിള്ള എന്ന ആയുർവേദ മഹാവൈദ്യൻ ആയിരുന്ന ആളാണ്. നാരായണ ഗുരുവിനെ നമുക്കറിയാം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ നമുക്കറിയാം. മക്കടി സാഹിബ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സൂഫി വര്യനായിരുന്നു. അദ്വൈത സിദ്ധാന്തവും പിന്നെ ഇസ്ലാം മത ആചാരങ്ങളും ഒരുപോലെ തുടർന്ന് വന്നിരുന്ന ആളുകളെയാണ് സൂഫി വര്യന്മാരെന്നൊക്കെ പറയുക. ആ സൂഫി വര്യനായിരുന്നു ഈ മക്കടി ലബ്ബ. അതുപോലെ തക്കല പീർ മുഹമ്മദിൻ്റെ പേരിലൊരു ഒരു 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 മോസ്ക് ഇന്നും തക്കലയിലുണ്ട്. അദ്ദേഹം ഇതായിരുന്നു. മറ്റൊന്ന് പേട്ടയിൽ ഫാദർ ഫെർണാണ്ടസ് ആണ് നമ്മുടെ ഡോക്ടർ പൽപ്പുവിനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ സിദ്ധിക്കുന്നതിന് കാരണക്കാരനായ എൻ്റെ അദ്ദേഹത്തിൻ്റെ പുരസ്കർത്താവായിരുന്നു ഈ പിന്നെ പേട്ടയിൽ ഫാദർ ഫെർണാണ്ടസ്. ഈ തുടങ്ങിയ ആളുകൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ പങ്കെടുത്തിരുന്ന ഒരു ദാർശനിക സഭയായിരുന്നു ജ്ഞാനപ്രചാകരം സഭ. ഈ ജ്ഞാനപ്രചാകരം സഭ എന്ന കളരിയിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ് പിൽക്കാലത്തെ നവോത്ഥാന പ്രവർത്തകരും നവോത്ഥാന നായകരും നവോത്ഥാന പ്രഘോഷകരുമായി മാറിയത് എന്നുള്ള ചരിത്ര സത്യം അധികം ആളുകൾ അടയാളപ്പെടുത്തി കൊണ്ടുപോയത് ബോധപൂർവമാണ്, അല്ലാതെയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന്, രാമകഥ മലയാളത്തിൽ എന്നൊരു കൃതി എഴുതിയ CK മൂസത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരളത്തിലെ സാഹിത്യ ചരിത്രം തയ്യാറാക്കിയ പിന്നെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അയ്യാഗുരുവിൻ്റെ ജീവചരിത്രം, തൈക്കാട് അയ്യാഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യം എഴുതിയത് കാലടി പരമേശ്വരൻ പിള്ളയാണ്. അതായത് അയ്യാഗുരുവിൻ്റെ ഏറ്റവും ഇളയ ശിഷ്യനായിരുന്ന കാലടി പരമേശ്വരൻ പിള്ളയാണ് ഈ അയ്യാഗുരുവിൻ്റെ ജീവചരിത്രം. ആ അയ്യാഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ ആദ്യം വരുന്ന ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ അയിത്തം എന്നാണ്. ആ അധ്യായത്തിന് ഒഴിവാക്കിയാണ് പിന്നീട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ച. ആ അധ്യായത്തിൽ എന്താണ് ഉള്ളത് നമുക്കറിയില്ല. ഏതായാലും അത് ഒഴിവാക്കിയാണ് പിന്നീട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ജ്ഞാനപ്രചാകരം സഭയെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ചരിത്രത്തിൽ വിട്ടുപോയൊരു കണ്ണി പോലെ ഇവിടുത്തെ നവോത്ഥാന നായകരുടെ കളരി പ്രസ്ഥാനമായ ജ്ഞാനപ്രചാകരം സഭ ഇന്നും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരേണ്ടതുണ്ട്. അധികം പഠനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് പുത്തൻ തലമുറയ്ക്ക് വിട്ടുകൊണ്ട് അവസാനിപ്പിക്കും.